അച്ഛാ ഈ വാശിയോടുള്ള പോക്കത്ര നല്ലതല്ല കേട്ടോ. വാശിയായി ഇനി പോയേ അടങ്ങുള്ളൂ. എന്തൊരു ആ വാശി അത്ര നല്ലതല്ല. വാശി കാണിക്കാൻ ഞങ്ങൾക്ക് അറിയാം. ഇത്രയും നേരം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നല്ല അച്ഛന് നല്ലതിന് വേണ്ടിയാ. എന്തൊരു വാശി എന്റെ അമ്മ. ബാലുവേ ബാലു പോണ പോയിക്കോ. രാവിലെ പോയപ്പോരെ ഇപ്പൊ പോണോ? ഈ അമ്മ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് പൊക്കോ പൊക്കോ എന്ന് പറയണത്? അവസാന നിമിഷം വരെ പോവണ്ടെന്ന് പറയണം. എന്നിട്ടും അച്ഛന് പോകണമെങ്കിൽ അച്ഛൻ പോട്ടെ. ഇത് അഹങ്കാരം കേട്ടോ. നിങ്ങൾ പോക്കണ്ട തോന്നൂല. കല്യാണത്തിന് പോക്കണ്ട നമ്മളോട് എന്തോ വാശി തീർക്കാൻ വേണ്ടി പോണ പോലെ ഉണ്ട്. ആന്ന് അച്ഛനെ അവസാനം തോക്കത്തുള്ളു. ഇറങ്ങട്ടാ അച്ഛാ നീ വീട്ടിൽ പോലെ ഒരു വഴിക്ക് പോകുമ്പോൾ തടസ്സപ്പെടുത്തണ ശകുനം മുടക്കി. അതെ അവിടെ കല്യാണത്തിന് ബാബുരാജൻ്റെ പെണ്ണ് വീട്ടുകാരുണ്ടല്ലോ, അവർ ചിലപ്പോൾ മറുപടിക്കോ തെക്കോട്ടൊക്കെ അങ്ങനെയാണ് മറുപടിക്കോ പെണ്ണ് വീട് സന്ദർശിക്കും. അങ്ങനെ എന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി കൂടെ കയറി ഞാൻ ഉച്ചക്കടയിൽ പോകും തിരുവനന്തപുരത്തെ. അങ്ങനെ പോയാൽ മറ്റന്നേ വരുള്ളൂ. ആണോ? അങ്ങനെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ വിളിക്കാൻ ഉച്ചക്കട വരണോ അതോ കൊല്ലത്ത് വരണോ വീൽ ചെയറും കൊണ്ട്? തമാശ പറഞ്ഞാടി അവിടെ ഒരു കാര്യം പറയട്ടെ, കൊച്ച കൈ തൂങ്ങല്ലേ. അതെ, ഒരു ഫിറ്റ്നസ് ടെസ്റ്റ് നിങ്ങൾ പാസ്സായാൽ നിങ്ങളെ ഞങ്ങൾ ടാറ്റേ പറഞ്ഞു വിടും. എന്താണ് ഫിറ്റ്നസ് ടെസ്റ്റ്? നിങ്ങൾ 2 കൈയും പോക്കി മുകളിലോട്ട് ഒരു ഒറ്റ ചാട്ടം എന്നിട്ട് നേരെ വന്ന് ഇങ്ങനെ നിൽക്കണം. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വളരെ സന്തോഷത്തോടെ നിങ്ങളെ പറഞ്ഞു വിടും. ഡീ കുട്ടമ്പിളരെ മോളെ, എന്താ ഫിറ്റ്നസ് ടെസ്റ്റ് നടുപടിഞ്ഞ് കിടക്കണം അല്ലേടി? നിന്റെ ഈ ടെസ്റ്റ് പാസ്സാവാതെ ഞാൻ കൊല്ലത്ത് കല്യാണത്തിന് പോകാൻ പറ്റുമോ നോക്കട്ടെ. അച്ഛാ ലച്ചു ആണ് പറയുന്ന പോവരുത്. ലച്ചു ഒരു വഴിക്ക് പോകുമ്പോൾ തടയരുത്. അല്ല ഇതേ കല്യാണത്തിന് പോകണ്ടെന്നുള്ളത് നിങ്ങളുടെ വാശിയാണ്, അല്ല എൻ്റെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ടല്ല. നിങ്ങൾ വാശി കാണിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കേടാനാ? ആധിപത്യം എൻ്റെ പുറത്ത് ആധിപത്യം എന്താ? മണ്ണാങ്കട്ട. പോണ വഴി കൈ ഓങ്ങിട്ട് ഞാൻ പോണം. നിങ്ങൾ എന്തിനാ എന്റെ പിറകെ വിളിക്കണത്? നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകുന്നതാണ് നിങ്ങൾ വിചാരം. അത് അങ്ങ് വാങ്ങി വെച്ചിരുന്ന അത്. മകളെ പറു, അച്ഛൻ കൊല്ലത്ത് നിന്ന് ഒരു ബന്ധം കൊണ്ട് വരണം. ഐസ്ക്രീം ഇനി വരുമ്പോൾ എല്ലാം കൂടെ തണുത്ത് പറഞ്ഞ കൊമ്പ് കണക്കി മാത്രം കാണുള്ളൂ. ഐസ്ക്രീം വേറെ വല്ലതും വേണോ? അയ്യോ ഒന്നും വേണ്ട, അച്ഛൻ കാലും കൊണ്ട് ഇങ്ങ് വന്നാ മതി. ഇത് ഇതിനൊക്കെ പോയല്ലോ, ഇതിന്റെ വായി നല്ലതൊന്നും വിടൂല. അതെ, ബസ്സിനാണ് പോകെങ്കിൽ ബുക്ക് ചെയ്തിട്ടില്ലല്ലോ. ബുക്ക് ചെയ്യാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോഴോ കൊല്ലം വരെ നിൽക്കേണ്ടി വരും. ഭയങ്കര തിരക്കായിരിക്കും. ഞാൻ സഹിച്ചോ? അച്ഛൻ ഇവിടെ നിന്നാണ് പോണെങ്കിൽ കൊല്ലം വരെ ഒന്നും എത്തണ്ട. അതിന് മുന്നേ അച്ഛൻ അടിച്ചും കിട്ടി കുഴഞ്ഞൊക്കെ വീഴും. കുഴഞ്ഞ് ഞാൻ തറ വീഴ്ത്തി എഴഞ്ഞ് ഞാൻ കൊല്ലം വരെ പോകും. എന്നാലും ഞാൻ പോകും. എന്ത് അത്ര വാശിയാണെങ്കിൽ പിന്നെ എന്തിനു വാച അടിച്ചോണ്ട് ഇവിടെ നിൽക്കണേ? അങ്ങ് പോയിക്കൂടെ? അച്ഛൻ ഞാൻ ഒരു കാര്യം പറയാം. അച്ഛൻ പോയി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അച്ഛൻ പറയുന്ന ഒരു അക്ഷരം പോലും ഞങ്ങൾ ആരും കേൾക്കൂല. അത് അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ മക്കൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ മക്കൾ പറയുന്ന ചില നല്ല കാര്യങ്ങളൊക്കെ അച്ഛന്മാർക്കും കേൾക്കാം. ഇപ്പം അച്ഛൻ ഞങ്ങൾ പറയണ കേൾക്കാതെ പോവല്ലേ? ചെല്ലേ പോ. അച്ഛൻ പറഞ്ഞ ഒരു കാര്യം പോലും നിങ്ങൾ കേൾക്കൂല. നോക്കൂ കള്ള കൂട്ടങ്ങളെ. ബാബു എത്തിയടാ. അച്ഛാ അച്ഛാ ഇതിനടുത്തിട്ട് പോ. കാല് പോയി തെറ്റിയ കുഴ പിന്നെ പുറകെ വിളിക്കാൻ കണ്ട നേരെ ഞാൻ പിടിക്കളായി. അയ്യോ ബാബുരാജേ, ഈ കല്യാണത്തിന് ചായല്ലടാ.